ശബരിമല തീർത്ഥാടനം ആരംഭത്തിൽ തന്നെ പാളിയിരിക്കുന്നു. മുന്നൊരുക്കങ്ങളൊന്നും തന്നെ നടത്താത്തതാണ് തീർത്ഥാടനം ആരംഭത്തിൽ തന്നെ പാളിപ്പോകാനുള്ള അടിസ്ഥാനപരമായ കാരണം. ശബരിമല തീർത്ഥാടനത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് മുന്നൊരുക്കങ്ങളൊന്നും നടത്താത്ത ഒരു തീർത്ഥാടനം. മുന്നൊരുക്കങ്ങളിൽ പലപ്പോഴും പരാതികളും പരിഭവങ്ങളും ഉണ്ടാകാറുണ്ട്. പക്ഷെ ഒരു മുന്നൊരുക്കങ്ങളും നടത്താത്ത ശബരിമല തീർത്ഥാടന ചരിത്രത്തിലെ ആദ്യത്തെ തീർത്ഥാടനമാണ് ഇത്തവണത്തേത്. അതോടെ ഇന്നലെ ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ അനുഭവിച്ചത് സത്യത്തിലൊരു മനുഷ്യാവകാശ ലംഘനമാണ് ശബരിമലയിൽ നടന്നത്. മുന്നൊരുക്കങ്ങളൊന്നും ദേവസ്വം ബോർഡും സംസ്ഥാന സർക്കാരും നടത്താതിരുന്നത് ബോധപൂർവമാണ്, മനഃപൂർവ്വമാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെയും LDFിൻ്റെയും രാഷ്ട്രീയ അജണ്ട ശബരിമലയിൽ വീണ്ടും നടപ്പാക്കുകയാണോ എന്ന സംശയമുണ്ട്. ഏതായാലും ഈ സംഭവം ശബരിമലയിൽ ഇപ്പോൾ നടക്കുന്നത് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ, ശബരിമലയിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ ഉറപ്പുവരുത്താൻ ഭാരതീയ ജനതാ പാർട്ടി ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. അത് വിജയിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഭാരതത്തിലെ മറ്റ് തീർത്ഥാടന കേന്ദ്രങ്ങളായ കാശി, അയോധ്യ, ബദരീനാഥ്, കേദാർനാഥ് ഇതെല്ലാം തന്നെ മോദി സർക്കാർ വികസിപ്പിച്ചുകൊണ്ട് അന്താരാഷ്ട്ര തലത്തിലുള്ള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുകയും അവിടെ എത്തിച്ചേരുന്ന ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾക്ക് വളരെ സൗകര്യപൂർവ്വം ദർശനം നടത്താൻ സാധിക്കുന്നുണ്ട്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമായ ശബരിമലയിലെ തീർത്ഥാടകന്മാർക്ക് പ്രാഥമിക സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ പോലും ദേവസ്വം ബോർഡും സംസ്ഥാന സർക്കാർ മനഃപൂർവ്വമായ വീഴ്ച വരുത്തിയിരിക്കുകയാണ്. മുന്നൊരുക്കങ്ങളിൽ നിന്ന് ദേവസ്വം ബോർഡും സംസ്ഥാന സർക്കാരും ഇത്തവണ പൂർണ്ണമായും പിന്മാറിയിരിക്കുകയാണ്. അത് യാദൃശ്ചികമല്ല, വളരെ ബോധപൂർവമാണ് എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഗുരുതരമായിട്ടുള്ള ആരോപണം. BJPയുടെ ഒരു പ്രതിനിധി സംഘം ഉടൻ തന്നെ ശബരിമല സന്ദർശിക്കും. ഞങ്ങൾ റിപ്പോർട്ട് തയ്യാറാക്കും. കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ ശബരിമലയിൽ ഉണ്ടാക്കാൻ, അത് ഉറപ്പുവരുത്താൻ ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഇക്കാര്യം പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചിട്ടുണ്ട്, ആഭ്യന്തരമന്ത്രിയെ ധരിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, വിശ്വാസികളുടെ 1 കോടി വിശ്വാസികളുടെ ഒപ്പ് ശേഖരിക്കാൻ BJP തീരുമാനിച്ചിട്ടുണ്ട്. വീട് വീടാന്തരം ഇറങ്ങിയിട്ടാണ് ഈ ഒപ്പ് ഞങ്ങൾ ശേഖരിക്കുന്നത്. ഒപ്പ് ശേഖരണത്തിൽ ഭക്തജനങ്ങൾ ആവശ്യപ്പെടുന്നത് ശബരിമലയിൽ കേന്ദ്ര സർക്കാർ ഇടപെടണം എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്നലെയാണ് തീർത്ഥാടനം ആരംഭിച്ചത്. വൃശ്ചികം 1 തീർത്ഥാടനം ആരംഭിക്കുമെന്ന് ദേവസ്വം ബോർഡിന് സംസ്ഥാന സർക്കാർ നേരത്തെ അറിയാം. മാത്രമല്ല, എത്ര ഭക്തജനങ്ങളാണ് ഓരോ ദിവസവും എത്തുന്നത്, ഓരോ സമയം എത്തുന്നത്. അതിൽ വൃദ്ധന്മാരെത്ര, കുട്ടികളെത്ര, അതേപോലെ തന്നെ മാളികപ്പുറങ്ങൾ സ്ത്രീകളെത്ര, ഇതിനെ സംബന്ധിച്ചിട്ടുള്ള സമഗ്രമായ കണക്ക് ദേവസ്വം ബോർഡ് നേരത്തെ കിട്ടും. പക്ഷെ എന്നിട്ടും ഒരു പ്രാഥമിക സൗകര്യങ്ങളും ഒരുക്കിയില്ല. തീർത്ഥാടനം 11-ാം തീയതി ഞാൻ ഉൾപ്പെടെയുള്ള BJPയുടെ പ്രതിനിധി സംഘം പമ്പയിലും നിലക്കലിലും അതുപോലെ എരുമേലിയിലും എല്ലാം സന്ദർശനം നടത്തിയിരുന്നു. അന്ന് ഞങ്ങൾ മാധ്യമ സുഹൃത്തുക്കളെ പത്തനംതിട്ടയിൽ കണ്ടപ്പോൾ ഞങ്ങൾ ഇക്കാര്യം പറഞ്ഞിരുന്നു. അതായത് നിലക്കലിൽ ഒരാഴ്ച മുമ്പ്, തീർത്ഥാടനം ആരംഭിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ വിരിവെക്കേണ്ട, വിശ്രമിക്കേണ്ട ഇടത്താവളമായ നിലക്കലിൽ കാട് പോലും വെട്ടിത്തെളിയിച്ചിട്ടില്ല. ടാറ്റ പടുത്തുയർത്തിയിട്ടുള്ള വിരിവെപ്പ് കേന്ദ്രത്തിൽ അന്ന് പശുക്കളാണ് ഉണ്ടായിരുന്നത്.
ഒരാൾക്കതിനടുത്ത് പോകാൻ പോലും കഴിയില്ല. ഒരു ടോയ്ലറ്റ് ഉണ്ട്, ഒരു സിംഗിൾ ടോയ്ലറ്റ് പോലും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല കുടിവെള്ളത്തിന് ഇന്നലെ കുടിവെള്ളം ഭക്തജനങ്ങൾക്ക് ആർക്കും കിട്ടിയില്ല. കുടിവെള്ളത്തിന് ഒരു ഏർപ്പാടും ചെയ്തിട്ടില്ല, നിലയ്ക്കലില്ല. മാത്രമല്ല ഞങ്ങൾ മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ചാണ് പമ്പയിൽ സന്ദർശനം നടത്തിയത്. പമ്പയിലെ വെള്ളത്തിൻ്റെ നിറം കറുപ്പായിരുന്നു. സാധാരണ തീർത്ഥാടനം കഴിഞ്ഞിട്ടുള്ള കാലഘട്ടങ്ങളിൽ അവർ ഉപേക്ഷിക്കുന്ന വസ്ത്രങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മുടെ വൃശ്ചികം 1 തീർത്ഥാടനം ആരംഭിക്കുന്നതിന് മുമ്പ് അതൊക്കെ മാറ്റി ശബരിമല പമ്പാ നദി പൂർണ്ണമായും ശുദ്ധീകരിക്കാറുണ്ട്. ഇപ്രാവശ്യം കോൺട്രാക്ട് കൊടുത്തിട്ടുണ്ട്, അവരൊന്നും ചെയ്തില്ല. അപ്പോൾ പമ്പയിൽ മാത്രമല്ല, പമ്പയിൽ ഒരു ടോയ്ലറ്റും ഇല്ലാത്തത് കൊണ്ട് എന്നാൽ സംഭവിച്ചറിയോ, മുഴുവൻ മലിനമായി. ഇത് ഇങ്ങനെയൊരു അവസ്ഥ തീർത്ഥാടനത്തിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഇതൊരു മനുഷ്യാവകാശ ലംഘനമല്ലേ ഇത്? സംസ്ഥാന സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും ദേവസ്വം മന്ത്രിയെ പ്രോസിക്യൂട്ട് ചെയ്യേണ്ടതല്ലേ? മാത്രമല്ല ഇന്നലെ ഈ ശബരിമല നട തുറന്നതിന് ശേഷമാണ് ഭക്തജനങ്ങളെ നിയന്ത്രിക്കുന്നതിനെ കുറിച്ച് ദേവസ്വം ബോർഡും അതുപോലെ പോലീസ് അധികാരികളും തമ്മിൽ, ഉദ്യോഗസ്ഥന്മാരും തമ്മിൽ ആദ്യ ചർച്ച നടന്നത്. നിങ്ങൾ ഓർക്കണം, സാധാരണ ശബരിമല തീർത്ഥാടനത്തിൻ്റെ ചരിത്രത്തിൽ തീർത്ഥാടനം ആരംഭിക്കുന്നതിന് മുമ്പ് വകുപ്പ് മന്ത്രി മാസങ്ങൾക്ക് മുമ്പ് യോഗം വിളിക്കും. അതിനുശേഷം വിദ്യുച്ഛക്തി മന്ത്രി, ട്രാൻസ്പോർട്ട് മന്ത്രി, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി, ഭക്ഷ്യമന്ത്രി, ആരോഗ്യമന്ത്രി, അവർ പ്രത്യേകം അവരുടെ ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലുള്ള യോഗം വിളിക്കും. പിന്നീട് ഓരോ ആഴ്ച കഴിയും തോറും ഒരുമിച്ചുള്ള യോഗം ഉണ്ടാവും, അവലോകന യോഗങ്ങളുണ്ടാവും. എന്നാൽ ഇത്തവണ ദേവസ്വം മന്ത്രി ഒരു യോഗം പോലും ഈ തീർത്ഥാടനം ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു യോഗം പോലും നടത്തിയിട്ടില്ല.